സെപ്റ്റംബർ 20 പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനം. അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഗൂഢ ലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിയുള്ള പുതിയ നീക്കം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 3000 ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഇത് ആരൊക്കെയാണ് എന്നത് വ്യക്തവുമല്ല. അരുൺ കൊടുങ്ങൂര് തുടരുന്നുണ്ട്. അരുൺ, ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നിട്ട് പറയുന്നു 3000-ഓളം പേരെ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു. സർക്കാർ എപ്പോഴാണ് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? ഇതെന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പോലും ഹിന്ദു ഐക്യവേദി അടക്കം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന പ്രതികരണം വന്നിരുന്നു. ഇതിനിടെയാണ് ഒരു തീരുമാനം വരുന്നത്. അതായത് പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ വേണ്ട, അവരെ ക്ഷണിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നു. അവർ അത് ചർച്ചയാക്കുന്നു. ഇത്തരത്തിൽ യാതൊരു പരിപാടിക്കും യാതൊരു പിന്തുണയും ഞങ്ങൾ നൽകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇതിനിടെയാണ് സർക്കാരിൻ്റെ മിണ്ടാട്ടം മുട്ടിപ്പോയത്. ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നതിനിടെ ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിയുള്ള പുതിയ നീക്കം ചർച്ചയാവുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 3000 ഭക്തരെ പങ്കെടുപ്പിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ 3000-ഓളം ഭക്തർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. ബിന്ദു അമ്മിണി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതായത് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഞാനുണ്ടാകും, നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യം ഉയർത്തുന്നു. ഇതിനിടെയാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ബിന്ദു അമ്മിണിയെ പോലെയുള്ളവർക്കാണോ എന്ന ചോദ്യം ഉയരുന്നത്. എന്തായാലും നമുക്ക് അരുൺ കൊടുങ്ങൂരിലേക്ക് പോകാം. അരുൺ, എന്തായാലും ഹൈന്ദവ സംഘടനകൾ വേണ്ട എന്ന് ഒറ്റയടിക്ക് സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ 3000-ഓളം പേരെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ് അരുൺ അവരുടെ തീരുമാനപ്രകാരം ഈ 3000-ഓളം പേർ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു? തീർച്ചയായും സർക്കാർ ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഒരുപാട് ചോദ്യങ്ങൾ ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് ശേഷം സർക്കാരിന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നൽകാതെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഒരു തീരുമാനം അതുതന്നെയാണ് ഇപ്പോൾ നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ പ്രധാനമായി ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡോ സർക്കാരോ ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാർ ദേവസ്വം മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പമ്പയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നമ്മൾ കൃത്യമായി തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെയും ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും നൽകിയിരുന്നില്ല. അതായത് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഇരട്ടത്താപ്പ് എന്തൊക്കെ എന്നുള്ളത് കൃത്യമായി തന്നെ തുറന്നു കാട്ടാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അത് ഏറ്റവും കൃത്യമായി അവർ പറയുന്നു. ശബരിമലയിലെ ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ തകർക്കാൻ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യാമൂലം നൽകിയ ഒരു സർക്കാരാണ്. അവർ തന്നെയാണ് ഇവിടെ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ ഭക്തരെ കബളിപ്പിക്കാനുള്ളതാണ്. ഒരു തരത്തിലുള്ള വിശ്വാസവും പുലർത്തുന്നവരല്ല ഇവർ. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു വലിയ ആരോപണം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടന്നിരുന്നു. നാമം ജപിച്ചുകൊണ്ട് തെരുവിലിറങ്ങി തങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ ഭക്തർ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോയിരുന്നു. ആ ഭക്തർക്കെതിരെ ഒരുപാട് കേസുകൾ സംസ്ഥാനത്ത് ഉടനീളം എടുത്തിരുന്നു. ഈ കേസുകൾ ഒരു ഘട്ടത്തിൽ പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഈ ഭക്തരോട് കാണിക്കുന്ന സമീപനം ഇങ്ങനെ ഇരിക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായി ഹൈന്ദവ വിശ്വാസികളോട് ഭക്തരോട് തുറന്നു പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് ഹൈന്ദവ സംഘടനകൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. രാഖി.